ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഞാനിന്നൊരു പ്രിപ്പറേഷനോടുകൂടി ചെയ്യാനിരുന്നൊരു വീഡിയോ അല്ല ഇത്. എനിക്ക് വന്നൊരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ചിലപ്പോൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. എന്താ പറയണ, ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ കുറേ കാലമായി ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, ഈ ഒരു കമൻറ്റ് കണ്ടവരെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് തിരക്കുകളെല്ലാം കൂടിയിട്ട് സമയം കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഇത് കണ്ടൻറ്റിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്യുന്നു എന്ന് വേണ്ടിക്ക് പറയാം. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ എന്ത് പറയാനായിരിക്കും എന്നുള്ള ആകാംക്ഷയിലുണ്ടാവല്ലേ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ആദ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ടോപ്പിക്ക് വേറെ ഒന്നുമല്ല, പീരീഡ്സ് ആണ്. ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് ഒന്ന് ഒരു വീഡിയോ ആക്കി ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു സഹോദരി ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അതിനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ നോക്കിയില്ല. മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഒന്ന് ചെയ്യണമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. എല്ലാവർക്കും എടുക്കാൻ കുറച്ച് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ഒരു ടോപ്പിക്കായിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. ഇന്നും എൻ്റെ വീട്ടിൽ ഇതിനെ പറ്റിയിട്ട് ഒച്ചത്ത് പറയുമ്പോൾ തന്നെ, അതായത് കണ്ണൂർ ഭാഷ എന്ന് വെച്ചാൽ ഒച്ച എന്ന് വെച്ചാൽ സൗണ്ട് പറയുമ്പോൾ തന്നെ പറയും, ഈ കാര്യമൊക്കെ സൗണ്ടിൽ പറയുന്നു, ഒച്ച കുറച്ചത് പറ, ആൾക്കാർ കേൾക്കുമെന്ന് പറയും. പക്ഷേങ്കിൽ അതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണിപ്പോൾ. അതുകൊണ്ട് എനിക്കതിൽ വലിയ ഇതൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പീരീഡ്സിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞാൻ 7-ോ 8-ലോ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പണ്ടൊന്നും അറിയത്തില്ല. വീട്ടിൽ നിന്ന് അമ്മ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നെങ്കിലും സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നല്ല രീതിയിലൊന്ന് പറഞ്ഞു തരണം ഇതെന്താണ്. ആ രീതിയിലൊന്നും അമ്മക്ക് പറയാനുള്ള മടി കൊണ്ടായിരിക്കും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത്. ഇത്ര പബ്ലിക്കായിട്ടെല്ലാം പറഞ്ഞു തരുന്ന അമ്മമാർ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചില അമ്മമാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ പറയില്ല, അങ്ങനെ നമ്മൾ കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പീരീഡ്സ് എന്നൊക്കെ പറയുമ്പോൾ വലിയ കുട്ടിയായി എന്നുള്ളൊരു ടോപ്പിക്ക് മാത്രമേ നമുക്ക് അന്നേരം അറിയൂ. അപ്പം ഇതെന്ന് വെച്ചാൽ ഈ പീരീഡ്സ് എനിക്ക് വരാഞ്ഞിട്ട് അയ്യോ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പീരീഡ്സായി, എനിക്കായില്ല, എൻ്റെ കസിനായി, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. ഈശ്വരി, എനിക്ക് മാത്രം എൻ്റെ പീരീഡ്സ് ആയില്ലല്ലോ. അപ്പം എന്നെക്കാട്ടി കസിൻസ് എന്നെക്കാട്ടി മെലിഞ്ഞ ആൾ, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നെക്കാട്ടി മെലിഞ്ഞിങ്ങനെ കൊള്ളി പോലെ ഇരിക്കുന്നത്. ഞാനും അങ്ങനെ മെലിഞ്ഞിട്ട് തന്നെയാണ്, പക്ഷേ അതിനെക്കാട്ടി കൊള്ളി പോലെ ഇരിക്കുന്ന ആൾക്കാരല്ലോ ഇന്നെല്ലാം പറഞ്ഞേരം എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ ആ സമയം ഇങ്ങനെ ഗുണ്ടായിരുന്നില്ല, ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ തടിക്കാൻ വേണ്ടിയിട്ട് അമ്മ പല രീതിയിലും മുട്ടയൊക്കെ ചേർത്ത് തന്നിരുന്നു. ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം അവരൊക്കെ ആയെന്നുള്ളൊരു സങ്കടത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു. കാരണം ഇതെന്തോ അപ്പം ചങ്ങായി പറഞ്ഞാടാ നീ പിന്നെ പീരീഡ്സ് ആയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു നാണക്കേട് പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനക്കാണ്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ അയ്യോ ഇതെങ്ങനെ ഇങ്ങ് വേഗം ആയാൽ മതിയായിരുന്നു എന്നായിരുന്നു ചിന്ത. പക്ഷെ എൻ്റെ പുറകിലിരിക്കുന്ന കാര്യങ്ങളോ അതെന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ കാത്തിരുന്ന് ഒരു ദിവസം എനിക്ക് 8-ലോ 7-ലോ പഠിക്കുമ്പോഴാണ് ആയത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം എന്താണെന്നറിയാം. ഇങ്ങനെയാണ് പീരീഡ്സ് എന്ന് വെച്ചാൽ ബ്ലഡ് ആണെന്നും അറിയാം, ബാക്കിയൊന്നും അറിയത്തില്ല. അമ്മയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ചങ്ങായിമാരായ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ബ്ലഡ് വരും. നമ്മളപ്പം അന്നേരം ഒന്നും പാഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വലിയ രീതിയിലൊന്നും ഇല്ല കേട്ടോ. അന്നേരം ഈ തുണിയാണ്, അതായത് യൂസ് ചെയ്യുന്നത് ക്ലോത്താണ്. അപ്പം അങ്ങനെയൊക്കെ പറയുന്നതല്ലാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ വയറുവേദന വന്നു. അപ്പോൾ ഇതിൽ വയറുവേദന വരുമെന്നും എനിക്കറിയത്തില്ലേനേ. സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ആ സമയത്തെല്ലാം അമ്മ പറയും അമ്പലത്തിലൊന്നും ഇനി അങ്ങനെ പോയിക്കൊണ്ട് അല്ല പോകാൻ ഒരിത്. പിന്നെ ചിലപ്പോൾ എപ്പം വേണ്ടിക്കലും ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വരും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു.
അപ്പോൾ ഒരു ദിവസം വയറുവേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വയറുവേദന വരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ടോയ്ലറ്റിൽ പോയാലല്ലേ അതറിയൂ. അപ്പോൾ ടോയ്ലറ്റിൽ പോയപ്പോൾ കണ്ടു, ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് പേടിയായി. സംഭവം ഇതിങ്ങനെയാണ് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് കാണുമ്പോൾ ഒരു ടെൻഷനും ഭയങ്കര. കാരണം പിന്നെ ഒരു കേട്ടറിവുണ്ടായിരുന്നു നമ്മളെ ശരീരത്തിലുള്ള മോശമായിട്ടുള്ള ബ്ലഡ്സാണ് ഇങ്ങനെ റിമൂവ് ആകുന്നത്, പുറത്തേക്ക് വരുന്നത് എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഇത് ഒന്നാമത് ബ്ലഡ് കണ്ടതിൻ്റെ ഒരു ടെൻഷൻ, രണ്ടാമത് ഇതും കൂടെ കേട്ടാലും നമുക്ക് അതിനോടൊരു അറപ്പും വെറുപ്പൊക്കെ തോന്നി. പിന്നെ അതികഠിനമായ വയറുവേദന, അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും കിളി അങ്ങോട്ട് പറന്നെന്ന് അറിയാലോ. അയ്യോ, പിന്നീട് നമ്മളത് ക്ലീനൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അമ്മ പറഞ്ഞു തരുന്നത് ക്ലീൻ ചെയ്യാൻ, ഫ്രണ്ട്സിൻ്റെ എല്ലാം കാര്യത്തിൽ അവരെ എന്താ പറയണ്ടേ ഇത് ക്ലീൻ ചെയ്യാനും ഇത് എന്താ പറയണ്ടേ എങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്യാനും എല്ലാം അവരമ്മമാരെ ഏകദേശം പറഞ്ഞ് കാണിച്ച് ചെയ്തു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ അമ്മ അതങ്ങനെ ഇതിങ്ങനെ ചെയ്യുന്നു പറയല്ലാണ്ട് അത് ഇങ്ങനെ ചെയ്താന്നിട്ടൊന്നുമില്ല. അമ്മക്കും ഉണ്ടാവും, എല്ലാവർക്കും. എനിക്കിപ്പം നമ്മൾ എന്താ പറയണ്ടേ പീരീഡ്സിൻ്റെ സമയം നമുക്ക് ചെറിയൊരു അറപ്പും വെറുപ്പൊക്കെ തോന്നില്ല, അത് അവർക്കും ഉണ്ടാവും, അത് സ്വാഭാവികമായിരിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മ അത് ചെയ്തു തരാത്തതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ അങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യേണ്ടത്, അങ്ങനെയാണ്. നമ്മളിപ്പോൾ അന്നേരം ക്ലോത്ത് ആണല്ലോ, ക്ലോത്ത് ഇങ്ങനെ വാഷ് ചെയ്യണം, ആദ്യം ഇങ്ങനെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഒക്കെ അറിയണം എന്നൊക്കെ പറയും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്മെല്ല് പിടിക്കുന്നില്ല. നമ്മൾ വെച്ച് സാധാരണ ബ്ലഡ്, പക്ഷേ ആ സാധാരണ ബ്ലഡിൻ്റെ പോലെ അല്ലല്ലോ, അതൊരു സ്മെല്ലൊരു മാറ്റമാണ്. എല്ലാം കൂടെ കിളി പാറി. ഒന്നാമത് വയറുവേദന, എനിക്ക് പീരീഡ്സ് എന്നുള്ള സംഭവത്തിനെക്കാട്ടിയും കൂടുതൽ പിന്നോട്ട് അങ്ങോട്ട് പീരീഡ്സ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷൻ വരുന്നത് വയറുവേദന, അതികഠിനമായ വയറുവേദനയായിരുന്നു. അയ്യോ അങ്ങേ അറ്റം. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ഈ വയറിന് ഇത്രയും ചെറിയ ബ്ലഡ് വരുന്നതിനാണ് എനിക്ക് ഇത്ര വയറുവേദനയാണെങ്കിൽ ഒരു ഡെലിവറി എന്നെല്ലാം പറയുന്നത് എന്തായിരിക്കും ഒരു വലിയൊരു പേടിയായിരുന്നു സത്യം. വയറുവേദന ഇപ്പം ഞാൻ 2 ഡെലിവറി കഴിഞ്ഞ ആളാണ്. അപ്പോൾ വയറുവേദന ഈ പീരീഡ്സിൻ്റെ വയറുവേദന വെച്ച് നോക്കുമ്പോൾ സിമ്പിളാണെന്ന് നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതിന് എന്താ പറയുക, ആ ഒരു വലിയൊരു തന്നെയാണ് വയറുവേദന. അപ്പോൾ മാസത്തിൽ 2 ദിവസം ഈ വയറുവേദനയും കൊണ്ടുപോകണം സ്കൂളിൽ പോകാൻ. അപ്പോൾ പിന്നെ അതൊരു ഈശ്വര, എനിക്ക് പാവണ്ടായിരുന്നു, എനിക്കിപ്പോൾ പീരീഡ്സ് ആവണ്ടായിരുന്നോ എന്നായി പിന്നെ നമ്മളിപ്പോൾ അത്രയും കാലം വിളക്ക് വെക്കും, അമ്പലത്തിൽ പോകും, അങ്ങനെയൊക്കെ കളിച്ച് പെട്ടെന്ന് നമുക്ക് അതെല്ലാം റെസ്ട്രിക്റ്റഡ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടിയുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട്, ആരെ ഈ നിയമമൊക്കെ കൊണ്ടാച്ചിന്ന് ചിന്തിക്കലുണ്ട്. കാരണം പറയുന്നത് നമ്മളെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണല്ലോ നമുക്കിങ്ങനെ പീരീഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നല്ലതാണ്, ഇനിയൊരു തലമുറ വരണമെങ്കിൽ റീപ്രൊഡക്ഷൻ വരണം. പക്ഷേ അതെങ്ങനെയാണ് ദൈവത്തിനൊരു മോശമാകുന്നതെന്നും കൂടെ ഞാൻ ചിന്തിച്ചിരുന്നു. ഇനി ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാൻ നമുക്കറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്ന് പറയുന്ന വിശ്വാസികൾക്ക് ദേഷ്യം വരും, അവിശ്വാസികൾ കൂടെയൊക്കെ. പക്ഷേ അറിയത്തില്ല, എനിക്ക് ഇതൊരു ശരിയായിട്ട് തോന്നിയില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് മാറ്റാനും കഴിയില്ല കേട്ടോ, ഈ അമ്പലത്തിൻ്റെ പോകുന്നത്. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പണ്ടേ ഇങ്ങനെ തുടർന്ന് വന്നത്, നമ്മളിപ്പോൾ തുടർന്ന് വന്നത്, നമ്മളെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ അതിലൊന്ന് മാറി ചിന്തിക്കാൻ കുറച്ചൊരു എന്താ പറയണ്ടേ ഒരു ഇത് വരും. പിന്നെ അതൊക്കെ അവിടെ കിട്ടെ, ഞാൻ ഇതിൻ്റെ കാര്യം പറയാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയണ്ടേ, പിന്നെ ഇത് വാഷ് ചെയ്യൽ, ഇത് കാണുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷൻ വരും. പിന്നെയല്ലേ ഇതൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കണ്ടേ. അയ്യോ, അതെല്ലാം ആലോചിക്കുമ്പോൾ ആ ഒരു 7 ദിവസം, അന്നേരമൊക്കെ 7-9 ദിവസമൊക്കെയാണ് പീരീഡ്സ് ആകല്. ആ 9 ദിവസം ജീവിതത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ദിവസങ്ങളായി പിന്നെ മാറി. കാരണം ആദ്യം ആവായിട്ടുള്ള സങ്കടമായിരുന്നു, എനിക്കാവുന്നില്ലല്ലോ, ഈശ്വരോ എനിക്ക് പീരീഡ്സ് വരുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനാണെങ്കിൽ പിന്നെയുള്ളത് വന്നല്ലോ, അയ്യോ വേണ്ടായിരുന്നു എന്നെല്ലാം തോന്നിയിട്ടുള്ളൊരു ഇതായിപ്പോയി. അപ്പം ഇങ്ങനെയെല്ലാം ഒട്ടുമിക്ക എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ വയറുവേദനയൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് എന്നാലും ഇത് പിന്നെ ഒരു സ്മെല്ല് വരില്ലേ, ഇതിൻ്റെ ഒരു സ്മെല്ല് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ യൂസ്ഡ് ആയി. അപ്പോൾ ആദ്യമൊക്കെ അതൊക്കെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ. പിന്നെ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു എന്താ പറയണ്ട ഇറിറ്റേഷനും ഞെട്ടവും. പിന്നെ വയറുവേദനയെല്ലാം കൂടി ഭക്ഷണത്തിൻ്റെ കാര്യം അതോഗതി. ആ സമയത്ത് സ്കൂളിൽ പോകുന്നത് നടന്നിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് അന്നേരമൊക്കെ. അപ്പോൾ നടന്നിട്ട് പോകുന്ന സമയം ഈ ഒരു പീരീഡ്സിൽ നടന്നിട്ട് പോകുമ്പോൾ ഈശ്വര
വയറുവേദനയും നടന്നിട്ട് പോലും പിന്നെ അവിടെ എത്തിയിട്ട് സ്കൂൾ കട്ടാക്കാൻ, അന്നേരം അങ്ങനെ സ്കൂൾ അങ്ങനെ കട്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ കയ്യിലെങ്ങും പോവും, അവിടെ പോയിട്ട് ബെഞ്ചുമ്പോൾ തല വെച്ച് കൊടുക്കാം. പക്ഷെ അന്നേരം തല വെച്ച് കിടക്കാനും ഒരു മടിയുണ്ട്. കാരണം അന്നേരം 4 ആൾക്കാർ അറിയുന്നത് എന്തോ ഒരു മോശം കാര്യമാണെന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു അന്നേരം എനിക്ക്. എല്ലാവർക്കും അങ്ങനെയാണെന്നറിയില്ല. ഒട്ടുമിക്ക പെൺകുട്ടിക്കും അന്നേരം അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താ കിടന്നതെന്ന് ചോദിക്കുമ്പോൾ പീരീഡ്സ് ആണ് ആൺകുട്ടികൾ അറിയുമ്പോഴുള്ള ഒരു മടിയും കൂടെ നമുക്ക് അന്നേരം ഉണ്ട്. അയ്യോ അന്നേരം ആൺകുട്ടികൾ എങ്ങനെയാണ് നമ്മളെ നോക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ നമുക്ക് അന്നേരം ഉണ്ട്. അപ്പോൾ ടീച്ചർ എന്താ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ കഴിയുന്നില്ല, ഇങ്ങനെ വയറുവേദനയാണെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ആ ആൺകുട്ടികളെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ഇത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പീരീഡ്സ് എന്താണ്, പീരീഡ്സ് എങ്ങനെയാണ്, പീരീഡ്സ് എന്തിനാണ്, ഇതൊക്കെ അതെല്ലാം പറഞ്ഞ് ശരിക്കും നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെ ആണിത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി അറിയില്ലെങ്കിൽ ആ കാര്യത്തിനെ പറ്റി നമുക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി ആണ്. അന്നേരം നമ്മളിങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി കുറേ എന്താ പറയുക അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും എല്ലാം നടത്തുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പറയണം. ഇപ്പം ഞാൻ ചിലപ്പോൾ പാഡിൻ്റെ കാര്യത്തിൽ എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ മൂത്താൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട് ഇത് അമ്മക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് പറയാം, ഇത് പാഡാണ്, ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് ഞാൻ പറയും നിനക്ക് സ്നഗ് യൂസ് ചെയ്തിരുത്തില്ലേ, അതുപോലെ ആണ്. പക്ഷെ അത് വേറെ ഓരോ ചെറിയ കുട്ടിയാണ്. അപ്പം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എന്താണെന്ന് തിരിയാനുള്ള പ്രായമായില്ല. അപ്പം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തി. ശരിക്കും പറഞ്ഞാൽ കുട്ടികളോട് പറഞ്ഞ് അറിയിക്കണം, അല്ലെങ്കിൽ അത് കുട്ടിക്ക് ഇതാവും. പിന്നെ അങ്ങനെ പെൺകുട്ടിക്ക് അങ്ങ് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ സംസാരിപ്പിച്ചു കൊടുക്കണം. കാരണം പറഞ്ഞു കൊടുക്കണം ഇതെന്താണെന്ന്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, എപ്പോഴൊക്കെയാണ്, ഇതെങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ക്ലോത്ത് ആണെന്ന് പറയുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഡയപ്പർ അല്ല പാഡൊന്നുമല്ല. ഇപ്പോൾ അന്ന് മേസ്റ്റാർ കപ്പലിന് വന്നതിന്. അപ്പോൾ പണ്ട് പാഡ് ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ഈ മാസത്തിൽ പാഡ് മേടിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഇതല്ലേ. നമ്മൾ കുറച്ചും കൂടി വലിയ ക്ലാസ്സിലെത്തിയ പാഡ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ പിന്നെ ഹെവി ഫ്ലോ ആയിരുന്നു പണ്ടൊക്കെ. ഇപ്പം എന്താ പറയണ്ട, ക്ലോത്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്നിട്ടല്ലേ നമുക്ക് ആ ക്ലോത്തൊന്ന് റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോഴേക്ക് ഏകദേശം ഒരുവിധമെല്ലാം ആയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെയൊന്നും നോക്കുമ്പോൾ ശരിക്കും ഡിസ്കസ്റ്റിങ് ആ കണക്കിന്. ഇപ്പോൾ ഉള്ള ജനറേഷനിൽ കുറച്ചും കൂടെ പാഡ് കപ്പുണ്ട്. കപ്പെല്ലാം സുഖമാണ്. കപ്പെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഈ പീരീഡ്സ് ആണെന്നേ തോന്നത്തില്ല. കപ്പ് യൂസ് ചെയ്തത് എനിക്കറിയാം. ഞാൻ മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ടിക്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇന്നുള്ള സിറ്റുവേഷൻ നോക്കുമ്പോൾ കാലം മാറുന്നതിനനുസരിച്ചിട്ട് എല്ലാം മാറി വരൂലേ. അതുകൊണ്ട് എന്താ പറയുക കുറച്ച് മാറ്റങ്ങളുണ്ട്. പിന്നെ ഈ ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മൾ വാഷ് ചെയ്ത് ആറിയിടുന്നത് ആണുങ്ങൾ ആണെന്നെടുക്കാൻ അറിയേണ്ടത്. ഇത് എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ഉണ്ട് നമ്മളമ്മയിൽ. അപ്പോൾ ഒന്നെങ്കിൽ അടുക്കള ഭാഗത്ത്, അല്ലെങ്കിൽ പണ്ട് കൂടെ വിറകെല്ലാം വെക്കാൻ കൂടിയുണ്ടാവും, അതിൽ അയക്ക് കെട്ടും. നമ്മളിപ്പോൾ മഴക്കാലത്തെല്ലാം ആറിടുക അങ്ങനെയൊക്കെ ആറിയിടാവും. ഇതെല്ലാം ആണുങ്ങൾ കണ്ടാൽ മോശം. ആണുങ്ങൾ കണ്ടാൽ എന്താ മോശം? അത് ആണുങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. ചെറിയ കുട്ടികളൊന്നും വലിയ ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ നമ്മളൊരു കൾച്ചർ ഇത് പ്രകാരം അതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമാണ്. അവരറിയരുത്, അവർ കാണരുത്, അതൊന്നും അതായത് ആ ക്ലോത്ത് വരെ അവർ കാണരുത് എന്നുള്ള ചിന്താഗതിയാണ്. അതിൽ നല്ല കുറേ മാറി ഇപ്പം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ അങ്ങോട്ട് പീരീഡ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക ഒരു ഭയാനകമായ ഒരു കാര്യമായിരുന്നു. ആദ്യം പീരീഡ്സ് ആവുന്നത് വരെയാണ് എനിക്ക് ആ പീരീഡ്സിനോട് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഭയാനക. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ക്ലോത്തിന് വരെ കപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ പീരീഡ്സ് ആയെന്ന് ഒരു എന്താ പറയണ്ട തോന്നലുണ്ടാവില്ല. പക്ഷേ എങ്കിൽ ആദ്യത്തെ 2-3 ഡേയ്സ് വയറുവേദന ഉള്ളതുകൊണ്ട് ഏകദേശം എന്നെ കണ്ടവർക്ക് അറിയാം എനിക്ക് എന്തോ ഒരു പറ്റിയിട്ടുണ്ട്. ലേഡീസിന് പ്രത്യേകിച്ച് അറിയാൻ എന്നെ കാണുമ്പോൾ ഓക്ക് വയ്യായികയുണ്ട്. കാരണം ഞാൻ അത്രക്കും അടിച്ചിട്ട പോലെ ഞാൻ എന്താ പറയുക കിടക്കുന്ന സമയമാണ് ഈ പീരീഡ്സ് എന്ന് വെച്ചാൽ. കാരണം എനിക്ക് എണീക്കാനും വയ്യ, ശ്വാസം വലിക്കുമ്പം പോലും വയറുവേദന എന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ ആരെല്ലാം പറഞ്ഞു ഈ ഡെലിവറി കഴിഞ്ഞാൽ പണ്ട് പറയുന്നത് കേൾക്കാം, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം പെയിൻ ഉണ്ടാവില്ല, വയറുവേദന ഉണ്ടാവില്ല പീരീഡ്സിൻ്റെ സമയത്ത്. അനക്ക് അതൊന്നും ഇവിടെ ഏച്ചിയിട്ടില്ല. 2 ഡെലിവറി കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ല തോന്നുന്നവർ. അതുകൊണ്ട് അനക്ക് വയറുവേദനക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് മാത്രമല്ല ചിലവർക്ക് വോമിറ്റിംഗ് എല്ലാം ഉണ്ടാകുന്നത് പറയുന്നതായിട്ട്. എനക്ക് അങ്ങനെ തോന്നില്ല, പക്ഷെ വോമിറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് പീരീഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു ഇതായിട്ടാണ്
തോന്നുന്നത് എന്ത്. ഞാൻ പണ്ടിപ്പോൾ ഇങ്ങനെ പറയും, എന്നിട്ട് പീരീഡ്സ് ആയതിനു ശേഷം ഞാൻ ഫ്രണ്ട്സിനോട് പറയും, അയ്യോ ആകണ്ടേ ഇനിയെങ്കിലും പെണ്ണായിട്ട് ജനിക്കേണ്ടിയിരുന്നു, പെണ്ണായിട്ട് ജനിച്ചോണ്ടല്ലേ ഇങ്ങനെ ഒരു പീരീഡ്സ് ആയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവളെപ്പം പറയും അങ്ങനെ പറയാൻ പാടില്ല, പെണ്ണായി ജനിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭാഗ്യം കിട്ടുന്നത്. ഞാൻ നിങ്ങൾക്കൊന്നും വയറുവേദനയില്ലാത്ത നിങ്ങൾക്കൊന്നും അതൊരു വിഷയമായിരിക്കുമല്ലോ. വയറുവേദനയും സഹിച്ച് നമ്മൾ ഈ ഇറിറ്റേഷനും സഹിച്ച് ഒരു 7 ദിവസം നിൽക്കണം. വീട്ടിൽ വിളക്ക് തൊടരുത്, വിളക്ക് വെക്കുന്ന അകത്ത് പോകരുത്, അമ്പലത്തിൽ പോകരുത്, അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്. പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രസ്സിലായിരുന്നു. എടാ നോക്കണേ എൻ്റെ ഡ്രസ്സിലായിരുന്നു, ഞാൻ മുന്നോട്ട് നിൽക്കാം നോക്കണേ. അങ്ങനെ അങ്ങനെ ചോദിക്കാത്തവരാരും ഉണ്ടാവില്ല ഇപ്പോൾ. എടോ ഒന്ന് നോക്കണേ എൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയം ഉണ്ടാവില്ല, പക്ഷെ നമുക്കൊരു തോട്ടുണ്ടാവും. പിന്നെ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അത് നമ്മളെ ബാക്കിൽ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം എൻ്റെ ഫ്രണ്ട് പറയും പെണ്ണായി ജനിച്ചാൽ നല്ലതാണെന്ന് എന്ന് വിചാരിക്കും. കാരണം നമുക്കൊരു അമ്മയാവേണ്ടതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത്. അപ്പം നമുക്ക് ഒരു കുട്ടീനെ പ്രസവിച്ച് അമ്മയാവുക എന്നെല്ലാം പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ്. അപ്പം അങ്ങനെ ഒരിക്കലും പറയരുതെന്നെല്ലാം പറയുന്നുണ്ട്. അതാ ഓളെ വേ ഓഫ് തോട്ട്, ഇതെൻ്റെ വേ ഓഫ് തോട്ട്. പക്ഷെ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് പെണ്ണുങ്ങൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഫീലിംഗ് ആണ്. പക്ഷെ കുഞ്ഞുങ്ങൾ വലുതാവുന്നവരെ നോക്കുന്ന കഷ്ടപ്പാടും പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതെനിക്കറിയാം, അതെനിക്കിഷ്ടമല്ല കേട്ടോ. അച്ഛൻ നമുക്ക് ഒരുപോലെ ബാധ്യതയാണ്. പക്ഷേങ്കിൽ പീരീഡ്സ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. പീരീഡ്സ് ഒന്നും വയറ് തന്നെയൊന്നും ഇല്ലാത്ത പീരീഡ്സ് ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആദ്യത്തെ പീരീഡ്സിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പീരീഡ്സിൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ. ഞാനിതൊരു വീഡിയോ ഒക്കെ ചെയ്തതന്നേ ഉള്ളൂ. ചിലവർക്ക് ഈ കണ്ടന്റ് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും, ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയുന്നോ എന്നുള്ളൊരു തോട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അവർക്കല്ല, ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ട്, ആ കുട്ടി പറഞ്ഞുകൊണ്ട് ഉള്ളൊരു വീഡിയോ ആയിട്ട് കിട്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പം പറയുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ. അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആണെങ്കിൽ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.